നാട്ടുകാരും. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കുരങ്ങൻകുഴി പഞ്ചായത്തിലെ 7ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഉജ്ജ്വലന് ബൾബ് അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരം വോട്ടായി നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി ഉജ്ജ്വലൻ. നമ്മുടെ ചിഹ്നം ബൾബ്. കുത്തണ്ട, തൊട്ടാ മതി. തൊട്ട് വിജയിപ്പിക്കുക. പറയാൻ കൂട്ട്. നമ്മുടെ ചിഹ്നം ഉജ്ജ്വലൻ. നമ്മുടെ സ്ഥാനാർത്ഥി ബൾബ്. ആദ്യം തന്നെ കൊണ്ട് തോലച്ച്. അങ്ങനെയല്ല, എന്റെ പൊന്നു ഭാര്യയെ ഞാൻ ജയിക്കണമെങ്കിൽ നീ കറക്റ്റ് ആയിട്ട് പറയണം. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആവണം. അത് കറക്റ്റാ. നമ്മള് കറക്റ്റ് ആയാലേ നമ്മൾ ജയിക്കുള്ളൂ. അത് കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം, നാളെ തൊട്ട് ഇലക്ഷൻ പ്രചരണം അങ്ങ് തുടങ്ങിയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ നീ വേണം മുന്നിൽ നിന്ന് നയിക്കാൻ. അത് ഞാൻ മുന്നിൽ നിന്ന് നയിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രചരണത്തിന് വരുമ്പം എനിക്ക് ഉടുത്തൊരുങ്ങി വരാൻ ഒരു പട്ടുസാരി ഇല്ല. പട്ടുസാരി ഉടുത്തോണ്ടാണ് പ്രചരണത്തിന് പോണത്. പിന്നെ പട്ടുസാരി ഉടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പതി കിട്ടത്തില്ല. സിമ്പതി കിട്ടൂല. സിമ്പതിക്ക് വേണ്ടിട്ടാണ് വോട്ട് തണ്ടാനല്ലേ പോണത്. അയ്യോ, സിമ്പതിയാണ് ഈ വോട്ടായി മാറുന്നത്. അതുകൊണ്ട് പട്ടുസാരി ഒന്നും ഉടുക്കരുത്. വേണ്ടേ, അമ്മയുടെ പഴയ സാരി അടുക്കളയിരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഉടുത്തിട്ട് വേണം നാളെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ. അത് ഞാൻ ഉടുക്കാം, പക്ഷെ എനിക്ക് പട്ടുസാരി വേണം. ഞാൻ ജയിച്ച് മെമ്പർ ആവട്ടെ, എന്നെ പട്ട് പുതച്ച് കിടത്തും ഞാൻ. പട്ടുസാരി ഉടുത്ത് നടത്തും ഞാൻ. പിന്നെ രാവിലെ തുടങ്ങി കൈയുടെ വാദത്തിന്റെ എക്സസൈസ്. വാദത്തിന്റെ എക്സസൈസ് അല്ല, ഞാൻ മെമ്പർ ആവൂലേ, അപ്പൊ കൈയിട്ട് വാരാനുള്ള എക്സസൈസ്. പഞ്ചായത്തല്ലേ, യാതൊരു സൈഡിൽ നിന്ന് ഫണ്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തുനിന്നും വാരി നമ്മൾ ശീലിക്കണ്ടേ. ഇങ്ങനെ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാ നിനക്ക് പുതിയ സാരി, പുതിയ വണ്ടി, പുതിയ വീട്, എനിക്ക് പുതിയൊരു ഭാര്യ. ഇതൊക്കെ വരുമ്പോ നീ ഒരു പുതിയ ഭാര്യയായി മാറത്തില്ലേ? അപ്പൊ നീയാണല്ലോ എന്റെ പുതിയ ഭാര്യ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ട്. പിന്നെ നിങ്ങൾ ഈ തുള്ളിച്ചാടി നടക്കുന്നത് വെറുതെ ആയിരിക്കും ചിലപ്പോ. പാർട്ടി നിങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ നേതാവായിട്ട്? ഇടി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഇവിടെ നിന്ന് തോറ്റത്. എന്റെ പാർട്ടിയിൽ എന്നെ പോലെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടാ? ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ സ്ഥാനാർത്ഥി 5 മണിക്ക് പ്രഖ്യാപിക്കും. അതിന് മുന്നോടിയായി നമ്മുടെ ഈ പുതിയ മതിലിൽ ഇന്ന് ചുമരെഴുത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ചുമരെഴുതാൻ പോകുന്നത് ആരെന്നറിയാമോ? ആർട്ടിസ്റ്റ് സനൽ പട്ടകുളം. പിന്നെ ഇപ്പം വരും. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കാൻ. വരാന്ന് പറഞ്ഞാ വരാ പൂച്ചാണ്ടി റെയിൽ വണ്ടിയിലേ. നിങ്ങൾ വെച്ചിട്ട് പോ, വിളിക്കാം. ഈ ഇലക്ഷൻ വന്നതിന് ശേഷം എന്തുമാത്രം ചിഹ്നങ്ങളെന്നറിയാമോ? ഒരിടത്ത് ചീപ്പ്, ഒരിടത്ത് കണ്ണാടി, ഒരിടത്ത് സോപ്പ്, ഒരിടത്ത് തീപ്പട്ടി. ഇവിടത്തെ ചിഹ്നം ചിറ്റിയല്ലേ? അല്ലല്ല, ബൾബ്. അയ്യോ, ഇപ്പൊ ഇലക്ഷന് മുമ്പ് ചിറ്റിയെടുത്ത് ബൾബ് അടിച്ച് പൊട്ടിച്ചു. അതുകൊണ്ട് ചോദിക്കുകയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങാം. നീ വരി, ഇനിയിപ്പൊ അങ്ങോട്ട് എഴുതാനുള്ളതാണല്ല. അതെ, എഴുത്തും വായനയൊക്കെ അറിയാമോ? എന്റെ അടുത്ത് ചോദിച്ചേട്ടാ, എഴുത്തും വായന അറിയാമെന്ന്. എന്റെ അടുത്ത് നിനക്കറിയാം, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതുന്ന പരീക്ഷാ പേപ്പറിൽ എന്റെ ടീച്ചർ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി തരും. അതെന്തിനാ അങ്ങനെ എഴുതണേ? എല്ലാ വിഷയത്തിലും എനിക്ക് ഫുള്ളല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് തുടങ്ങാം. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എന്ന് ഇതിലങ്ങ് എഴുതണം. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എന്ന് എഴുതണം. അപ്പൊ ഓക്കെ. ഈ മതിലിൽ പിക്കുക നിക്കൂല. ആര് പറഞ്ഞു പിക്കുക നിക്കൂല? ഗ്യാസിന് കെട്ടിയപ്പോ ഒരു കുഴപ്പമില്ലാത്ത മതിൽ എല്ലാരും ഞാൻ വരെ കയറിയുന്ന മതിലാണല്ലോ. പിക്കുക നിക്കൂലെന്ന് പറഞ്ഞു. അതല്ല, പിന്നെ വിജയിപ്പിക്കുകയല്ല, പിക്കുകയില്ലേ? പിക്കുക നിക്കൂല, കിണ നിക്കും.
വിജയിപ്പിക്കണേലുള്ള കേണ ആ കേണ നിൽക്കും. കേണ പറ്റൂല, കേണ പറ്റൂല, കേണ പറ്റൂല, ഇലക്ഷനല്ലേ, സാറില്ലേ, നിന്നോ. കേണ നല്ലതാണ്. കേണ പറ്റൂല. വിജയിപ്പിക്കുക, വിജയിപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ഈ മതിലിന്റെ നീളം കൂട്ടാൻ പറ്റുമോ? അപ്പുറത്തെ പറമ്പ് വരെ അടിക്കും. അടിക്കും. അപ്പൊ പിക്കുക നിൽക്കൂല, കേണേ നിൽക്കൂ. അല്ല കേണ ഞാൻ ശരിയാവൂല, അതുകൊണ്ടാണ് ഞാൻ കേണ ശരിയാവൂല. നിങ്ങൾക്ക് കേണേ ചേരൂ. ഓരല്ലേ പറഞ്ഞത് കേണ മതി. ഞാൻ കേണേ, അപ്പൊ ഞാൻ കേണ, എന്നാ ഞാൻ കേണ. അപ്പൊ കേണേ ഓ ഈ നമ്മൾ ഇവിടെ തുടങ്ങാല്ലേ? തുടങ്ങാം. ഞാനൊരു കാര്യം പറയാം, നമ്മളെ ചിഹ്നമായ ബൾബിൽ വരച്ചങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ ബൾബിൽ തുടങ്ങാം. ബൾബിൽ തുടങ്ങാം. ഈശ്വരാ, ഇതൊന്നും പോരെ ഇലക്ഷന് ജയിക്കാൻ. ഇപ്പൊ പല രീതികളുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ലേ, നമ്മൾ വരും എല്ലാം ശരിയാകും. ഭയങ്കര ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അതുപോലെ കിടിലൻ ക്യാപ്ഷൻ വേണം. അതെ സനലേ, നമുക്ക് ഇതിന്റെ മേളിൽ ഒരു ക്യാപ്ഷൻ എഴുതണം. ക്യാപ്ഷൻ. ക്യാപ്ഷൻ നല്ലതാണ്, നല്ലതാണ് ക്യാപ്ഷൻ. ഞാൻ പറയട്ടാ, കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. അടിപൊളി. അങ്ങനെയായിട്ട് കൂടപ്പിറപ്പായി ഞാനുണ്ടാകും ക്യാപ്ഷൻ എഴുതണം. അപ്പൊ അത് ആദ്യം എഴുതാം. ആദ്യം എഴുതാം. ആദ്യം അധികം തുടങ്ങാം. കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. കൂടെ കിടക്കാൻ ഞാനുണ്ടാകും. കൂടെ കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. നിങ്ങൾക്കൊരു കൂടപ്പിറപ്പില്ലായിരുന്നു, അങ്ങനെയോടൊപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടറാ. അത് എന്റെ ഒരു പോസ്റ്റിന് നമ്മൾ ലൈക്ക് അടിക്കൂല. ഒരു ചവിട്ടം കൊടുത്തത് വെളി കളഞ്ഞേ. അപ്പൊ കറക്റ്റ് ആയിരിക്കും, കൂടപ്പിറപ്പിന് ഞാൻ ഉണ്ടാവും. കറക്റ്റ് ആയിരിക്കും. ഈ ബൾബ് വരാ. പിന്നെ നമ്മൾ ഇവിടെ മാത്രമല്ല എഴുത്ത്, പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിൽ മൊത്തം എഴുതണം. അവിടെയൊക്കെ ഇതുപോലത്തെ ഓരോ ക്യാപ്ഷൻ വേണം. ഓഹോ, എന്റെ ഇപ്പം പറഞ്ഞില്ലേ, കൂടപ്പിറപ്പായി ഞാനുണ്ടാകും. അതുപോലെ വെറൈറ്റി ക്യാപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാ? ഇന്ത്യ ഒരു ക്യാപ്ഷൻ അത് പറ. കാള കിടക്കും ഉജ്ജല ഓടും. കാള കിടക്കും ഉജ്ജല ഓടും. അത് കൊള്ളാം. അത് കിട്ടും. മുറ്റത്തെ ഉജ്ജലിന് അടപ്പില്ല. എങ്ങനെ? മുറ്റത്തെ ഉജ്ജലിന് അടപ്പില്ല. ആ ക്യാപ്ഷൻ കൊള്ളാം. ഇനി ഞാൻ ഒന്ന് പറയട്ടാ, വേണമെങ്കിൽ ഉജ്ജലൻ വേരിലും കായ്ക്കും. എന്നാ എന്റെ ഒരു ഐറ്റം ഉണ്ട്. പറ. കിക്കിലിക്ക കിലികിലിക്ക ഉത്തരത്തി ചത്തിരിക്കും. ഉജ്ജലൈ. എടാ, ഞാൻ ചത്തിരുന്ന പിന്നെ ആ ഇലക്ഷൻ മത്സരിക്കും. അയ്യോ, അത് ശരിയാണ്. അതൊന്നും വേണ്ട, നീ എഴുതി. സംഭവം എന്താണെന്ന് അറിയാമോ? ക്യാപ്ഷൻ നമുക്ക് വേറെ പിടിക്കാം. ഇപ്പൊ വേറൊരു പരിപാടിയുണ്ട്. എന്താണ്? ഒരു പാട്ടിന്റെ പരിപാടിയുണ്ട്. പാട്ടിന് സൂപ്പർ പരിപാടി, സൂപ്പർ സ്റ്റാർ അല്ലേ? അതല്ല, എടാ, ഈ പാട്ട് വെച്ചൊരു പരിപാടിയുണ്ട്. അതായത് ഈ സിനിമാ പാട്ടുകൾ എടുക്കുന്നു, അതിന്റെ ഇടയിലേക്ക് ഈ ഉജ്ജ്വലനെ തള്ളിക്കയറ്റി കൊടുക്കും. മനസ്സിലായോ? ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ജയിക്കും. അങ്ങനെ എഴുതാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കേറാത്ത സ്ഥലത്ത് ഉജ്ജ്വലനെ ചേർക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാള് എന്റെ കയ്യില് ഉണ്ടോന്ന് ചോദിച്ചാൽ പാടൂ. നീ പാടുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പാട്ട്. ഛേ, ചേട്ടൻ സ്ഥാനാർത്ഥി നിൽക്കുന്ന അറിഞ്ഞ മുതൽ എഴുതി വെച്ചതാ. അങ്ങനെയാണ്. ഏയ്, അവൾ എഴുതിയിട്ടുണ്ടെന്ന് പാട്ട് തന്നെ. എന്നാ പിന്നെ ആ പാട്ട് കേട്ടാലോ? ഒന്ന് കേൾക്കാം. ഒന്ന് കേള്. ആടിനെ അഴിച്ചു വിട്ടല്ലേ? ഓ, ചാടി, ആട് ചാടി. ആടല്ല, അവിടെ എങ്ങനെ എന്നാക്കിയ പാട്ടുകാരങ്ങനെ ആക്കി. ക്ലിയർ ചെയ്തോ? പഠിക്കോ. ഉയിരിനുയിരേ ഉജ്ജലനുയിരേ ഉജ്ജലനുയിരേ ബുദ്ധികാത്ത് നിൽപ്പേ ഉയിരിനുയിരേ. വേണ്ട 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 വേണ്ട. ആ കൊള്ളാം അല്ലേ? കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷെ ഒരു ചീത്ത വിളിക്കുന്ന ഫീല്. അത് വേണ്ട. കാര്യം ചെയ്യാം, എന്റെ അണ്ടങ്ങൊക്കെ കൊണ്ടക്കാരി പാടാം. അത് എവിടെയെങ്കിലും കയറി കൊള്ളും. നിന്റെ വീട്ടുകാരെങ്കിലും മത്സരിക്കും. കയ്യിൽ വെച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറയാം, മലയാളം പാട്ടാണ് നല്ലത്. മലയാളം പാട്ടാണ് നല്ലത്. മലയാളം പാട്ടുണ്ടായി പറ. മലയാളം ഒരു പാട്ടുണ്ട്, അത് പറ. അത് പറയട്ടാ. ഉജ്ജലനെ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും മാറിയില്ലേടാ, ഉജ്ജലൻ കുടിച്ച കള്ള കള്ളമൊന്നും മാറിയില്ലേടാ. ആപ്പ് കയ്യിൽ നിട്ടത്. നിന്റെ ആപ്പ് പേര് എഴുതണം. പേര് ബൾബ് പോരാടാ. ചേച്ചി, ഓ, ഒരു ചായ എടുക്കണേ. വിത്തൗട്ടാ? അത് രാവിലെ ഈ ഇലക്ഷന്റെ തിരക്കിൽ പറ്റി. ആ കാപ്പി. തനല്ലേ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കണ. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ എഴുതിക്കോ. ഹലോ നേതാവേ. അയ്യാ, മതി. എപ്പോ ഈ ഏഴാമാരുടെ വനിതാ പാർട്ടി പ്രഖ്യാപിച്ചത്? നേതാവേ, അത് നടക്കൂല. അത് നടക്കൂല. കാരണം ഞാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ഇവിടെ മത്സരിക്കാനാണ്. അതെങ്ങനെയെങ്കിലും ഞാൻ വനിതാ പാട്ടാവും. എനിക്ക് എങ്ങനെയെങ്കിലും വനിതാ പാട്ടാക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനു മുമ്പേ ഇവിടെ ഒരു പട്ടുസാരി കൊടുത്തോണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ പട്ടുസാരി കൊടുത്തോണ്ട് വരട്ടാ. അല്ല, എല്ലാരും പറഞ്ഞു നല്ല പെണ്ണാണെന്ന്. ഓ, ഞാൻ നിന്നാ ജയിക്കും. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും വനിതാ പാട്ടൊന്ന് മാറ്റി തരുമോ? ഓക്കെ, എന്തായാലും അടിപൊളി. എന്താടാ വനിതാ പാട്ടായി. എന്താ ഇത്? ബൾബിനെ ഞാൻ പെണ്ണാക്കി. എന്റെ ഭാര്യയിലൂടെ ഞാൻ എങ്ങനെ പറയൂടാ? അവള് ചങ്ക് പൊട്ടിച്ചാവും. എനിക്ക് വയ്യ. അയ്യോ, അവളിപ്പോ വന്ന് കാണുകയാണെങ്കിൽ ആകെ തകരുമല്ലോ എന്റെ ഭാര്യ. കോഫി ആ പൊളിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ പഴയ സാധനം. സിറ്റുവേഷൻ ഓക്കെയാണ്. എന്തായി? അതെ, ഞാനൊരു കാര്യം പറയും. നീ ബോധം കെട്ട് വിടരുത്. എന്താ കാര്യം പറ? നീ ഞെട്ടരുത്. പറ അങ്ങോട്ട്. നീ പൊട്ടിക്കരയരുത്. കാര്യം പറയാൻ പറയട്ടാ. ആ. ഞാൻ മത്സരിക്കാൻ നിന്ന 7 പാടില്ലേ, അത് വനിതാ പാട്ടാക്കി. കാപ്പിക്ക് ചൂടുണ്ടോ? നല്ല ചൂട്, സൂപ്പർ ചൂട്. അത് ഞാനല്ലേ ഇടയിടേണ്ടത്. ആ ഇട്ട് അത് പോയി. ഞാൻ എന്തിനു ഞെട്ടുന്നേ? പിന്നെ ഈ വനിത ഞാനല്ലേ? യാത് വനിത? എന്നെ ഇപ്പൊ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ. ആ, ഈ മത്സരിക്കാൻ വേണ്ടി ഈ വാർഡില് നീയാ സ്ഥാനാർത്ഥി? വനിതാ വാർഡൊക്കെ എന്നോട് മത്സരിക്കാൻ പറഞ്ഞില്ലേ? ആണോ? ആ. ഓഹോ, അപ്പോ നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ? ഇയാൾ ഇലക്ഷനിൽ നിൽക്കുന്നത് പറഞ്ഞോണ്ട് ഞാൻ ബൾബ് മരിച്ചു വെച്ച് അവസാനം വനിതാ വാർഡിൽ ഇങ്ങനെ വിവരിക്കാറ് നിന്ന്. അപ്പൊ നിങ്ങളെ ചതിക്കായിരുന്നു നിങ്ങളെ ഭാര്യ. ചുമ്മാടാ. നീ ആരോടാ ചൂടായത്? നിങ്ങളെ ഭാര്യ അടുത്ത് അല്ല, ഭാവി മെമ്പറിന്റെ അടുത്ത്. എടാ, ഒരു വീട്ടിൽ നിന്ന് ഒരു മെമ്പർ പോരെ. എടാ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇടന്നു. അവള് ജയിച്ചു കഴിഞ്ഞാ ഞാനും അവളും കൂടെ റംബാഹോ ഹോ 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 റംബാഹോ ഹോ ഹോ ഈ വാർഡ് നമ്മളെല്ലാം കൂടെ വാരി കയ്യിലാക്കും. അതുകൊണ്ട് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. പടം വരച്ചല്ല. അപ്പൊ പടം വരച്ചു. ഇനി ഉജ്ജ്വലനെ വിജയിപ്പിക്കുക വേണ്ട, ഉഷയെ വിജയിപ്പിക്കുവാന്ന് എഴുതണ. ഉഷയെ വിജയിപ്പിക്കാന്ന് എഴുതാം. വേറെ ഉഷയല്ല, ഉഷ ഉജ്ജ്വലനെ. ഉഷ ഉജ്ജ്വലനാക്കണം. അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെ എഴുതാം, ഉഷ ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. കേണ ഞാന് അത് വിട്ടുപോയി. ഉഷ ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. ആര് കേണ? കേണാര്? ഉഗ്രൻ. ഉജ്ജ്വലനെ വിജയിപ്പിക്കണേ. നല്ല കാര്യം. ഇലക്ഷന്റെ ടൈമില് തുടക്കം കുറിച്ച നിങ്ങളാണ് ഇലക്ഷൻ. അടിപൊളിയായിരുന്നു. അത് കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ ആ ഒരു കറക്റ്റ് നടക്കണ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഈ വേദിയിൽ കാണിച്ചത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് കടന്നാലോ? പിന്നെ ബാറ്ററിയുടെ വരവ് പോക്ക് എങ്ങനെയാന്നുള്ളത് നോക്കാം. ആയിക്കോട്ടെ. എന്നാ വരിക. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി അടിപൊളി. 40,000 rupees ആണ് ഈ സ്കിറ്റിന് ഇവര് നേടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി, യെസ്, വീണ്ടും അങ്ങനെ ഒരു ടിക്ക് മാർക്ക് വന്നിരിക്കുകയാണ്. ഈ ടിക്കും പൈസയും കൊടുക്കുന്നതല്ലാതെ ഒരു ലഡു പോയിട്ട് ഒരു മുട്ടായി പോലും ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല എന്നുള്ള സങ്കടം വീണ്ടും വീണ്ടും ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ്.